ഹായ് ഓൾ, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐസിഡിയിലെ 4th ചാപ്റ്ററായ എൻഡോക്രൈൻ സിസ്റ്റമാണ്. E00 മുതൽ E89 വരെയുള്ള കോഡ്സാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. എൻഡോക്രൈൻ സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു ഗ്രൂപ്പ് ഓഫ് ഡക്ട്ലെസ് ഗ്ലാൻസ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേക ഒരു സെക്രീറ്റ് ചെയ്ത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു ഡക്റ്റ് ഉണ്ടായിരിക്കില്ല, ഒരു പ്ലീസ് ഉണ്ടായിരിക്കില്ല. ഇത് ഡയറക്റ്റ്ലി നമ്മുടെ ബ്ലഡിലേക്ക് ഹോർമോൺസിന് എന്ത് ചെയ്യുമായിരിക്കും, റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അതിന് സെക്രേറ്റ് ചെയ്ത് വെക്കാനുള്ളൊരു പൗച്ചോ അങ്ങനെയൊന്നും ഉണ്ടായിരിക്കില്ല. ഡയറക്റ്റ്ലി നമ്മുടെ ബ്ലഡിലേക്ക് റിലീസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ഗ്ലാൻസ് ആണ് എൻഡോക്രൈൻ ഗ്ലാൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അതുപോലെ ഗ്രൂപ്പ് ഓഫ് ഡക്ട്ലെസ് ഗ്ലാൻസ് ആണ് നമ്മൾ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ പഠിക്കുന്നത്. ഓക്കെ, നമ്മൾ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ നോക്കാൻ നേരത്ത് നമുക്ക് മെയിൻലി നോക്കുന്നത് ഡയബറ്റീസ് മെല്ലിറ്റസ് ആണ്. ഡയബറ്റീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഇൻക്രീസ് ചെയ്ത് വരികയാണ്. മെറ്റബോളിക് ഡിസീസാണ് അത്. നമ്മുടെ ഗ്ലൂക്കോസ് ലെവൽ ഇൻക്രീസ് ചെയ്ത് വരുന്ന ഒരു അസുഖമാണ് ഡയബറ്റീസ് മെല്ലിറ്റസ് എന്ന് പറയുന്നത്. സർവ്വസാധാരണമായിട്ട് നമുക്ക് കാണാവുന്നതുമാണ്. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട് ഈ ഡയബറ്റീസ് എന്ന് പറയുന്നത്. ടൈപ്പ് 1, ടൈപ്പ് 2 ആൻഡ് ജസ്റ്റേഷണൽ ഡയബറ്റീസ്. ടൈപ്പ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫൻസിലുണ്ടാകുന്ന കുഞ്ഞു കുട്ടികളിലുണ്ടാകുന്ന ഡയബറ്റീസ് ആണ്. അത് അവർക്ക് യങ് സ്റ്റേജിൽ തന്നെ ഉണ്ടാകും. യങ് സ്റ്റേജ് മുതലേ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ അവർക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്തില്ല, ഈ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഹോർമോൺ എന്ന് വെച്ചാൽ കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. അതെന്ത് ചെയ്യില്ല, പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പോൾ ഇത് എന്തെന്ന് പറയുന്നത്, ഇത് ബീറ്റ സെൽസ് ഇൻഎഫിഷ്യൻസി, അതായത് ബീറ്റ സെൽസ് ഈ ഹോർമോൺസിന് പ്രൊഡ്യൂസ് ചെയ്യാതെ വരുന്ന കണ്ടീഷൻ, ദാറ്റ് ഈസ് ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണിത്. അതുപോലെ തന്നെ ഇതിന് ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റീസ് മെല്ലിറ്റസ് അല്ലെങ്കിൽ ജുവനൈൽ ഡയബറ്റീസ് എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, ഇനി ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ വലിയ ആൾക്കാരിൽ കാണുന്ന ഡയബറ്റീസ് ആണ്. അത് നോൺ ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റീസ് ആണ്. ഇതെന്ത് ചെയ്യുന്നുണ്ടാകും, ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാകും, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, ഒരു കുഞ്ഞളവിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാകും. പക്ഷെ നമ്മുടെ സെൽസ്, ബാക്കിയുള്ള സെൽസ് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നില്ലാത്ത കണ്ടീഷനാണ് ഈ ടൈപ്പ് 2 എന്ന് വരുന്നത്. ഓക്കെ, ഇത് ബോഡി സെൽസ് റെസിസ്റ്റൻ്റ് ആയിരിക്കും നമ്മുടെ ഇൻസുലിനോട്. ഓക്കെ, ഇത് നമ്മൾ സാധാരണ പറയുന്ന ഡയബറ്റീസ് എന്ന് പറയുന്നത് നമ്മൾ ടൈപ്പ് 2 തന്നെയാണ്. ഓക്കെ, ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രഗ്നന്റ് ലേഡീസിൽ ഉണ്ടാകുന്ന ഡയബറ്റീസ് ആണ് ജസ്റ്റേഷണൽ ഡയബറ്റീസ്. അവർക്ക് പ്രീവിയസ് ആയിട്ട് ഹിസ്റ്ററി ഒന്നും കാണില്ല, പക്ഷെ അവർക്ക് എന്തുണ്ടാകും, ആ ഒരു ടൈമിൽ ക്യാരിയിങ് സ്റ്റേജിൽ എന്തുണ്ടാകും, ഒരു ഡയബറ്റീസ് ഉണ്ടായും. അതിനെയാണ് നമ്മൾ ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഗൈഡ് ലൈനിൽ നോക്കാം. ഇപ്പം നമ്മളോട് ഒരു ഡോക്യുമെൻറ്റിൽ ഡയബറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ളൂ, പ്രത്യേകിച്ച് അതിൻ്റെ ടൈപ്പ് ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഡയബറ്റീസ് കോഡ് ചെയ്യണം, ടൈപ്പ് 2 ഡയബറ്റീസ് ആയിട്ട് വേണം അത് കോഡ് ചെയ്യാനായിട്ട്. അതായത് പ്രത്യേകിച്ച് ഡോക്യുമെൻറ്റിൽ ഡയബറ്റീസ് ഏത് ടൈപ്പാണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് എന്തായിട്ട് കോഡ് ചെയ്യണം, ടൈപ്പ് 2 ഡയബറ്റീസ് ആയിട്ട് കോഡ് ചെയ്യണം. ഓക്കെ, ഇനി ഒരു പേഷ്യൻ്റ് ലോങ് ടേം യൂസ് ഉണ്ട് ഇൻസുലിന് ലോങ് ടേം യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ്ലി ലോങ് ടേം യൂസ് ഓഫ് ഇൻസുലിൻ നമ്മൾ കോഡ് ചെയ്യണം. ദാറ്റ് ഈസ് Z79.4 കോഡ് ചെയ്തിരിക്കണം. ലോങ് ടേം യൂസ് ആണ് ഇൻസുലിൻ്റെ എന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇനി ഡയബറ്റീസ് മെല്ലിറ്റസ് എന്ന് പറയുന്നത് ഒരു കോമ്പിനേഷൻ കോഡായിരിക്കും. ബിക്കോസ് ഡയബറ്റീസ് മെല്ലിറ്റസിന് ഒരു ടൈപ്പ് ഉണ്ട്, അതുപോലെ തന്നെ അതിന് എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ അസോസിയേറ്റഡ് ആയിട്ടായിരിക്കും വരിക. അപ്പോൾ ഇതൊരു കോമ്പിനേഷൻ കോഡായിരിക്കും. ഓക്കെ, ഇനി അടുത്ത ഗൈഡ് ലൈൻ എന്ന് പറയുന്നത് നമ്മളൊരു സെക്കൻഡറി ഡയബറ്റീസ് മെല്ലിറ്റസ് കോഡ് ചെയ്യാണ് ഡ്യൂ ടു അണ്ടർലൈങ് കണ്ടീഷൻ. ഒരു അണ്ടർലൈങ് കണ്ടീഷൻ കൊണ്ടായിരിക്കും നമുക്ക് സെക്കൻഡറി ഡയബറ്റീസ് മെല്ലിറ്റസ് ഉണ്ടാകുന്നത്. സെക്കൻഡറി ഡയബറ്റീസ് മെല്ലിറ്റസ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു മെഡിക്കൽ കണ്ടീഷൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വരുന്നതാണ് സെക്കൻഡറി ഡയബറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെക്കൻഡറി ഡയബറ്റീസ് കോഡ് ചെയ്യാണ് ഡ്യൂ ടു ആൻ അണ്ടർലൈങ് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ കോഡ് ചെയ്യണം, ആദ്യം നമ്മൾ അണ്ടർലൈങ് കണ്ടീഷൻ കോഡ് ചെയ്യണം. ഓക്കെ, ദെൻ നമ്മൾ കോഡ് ചെയ്യേണ്ടത് ഡയബറ്റീസ് ഡ്യൂ ടു അണ്ടർലൈങ് കണ്ടീഷൻ. അതായത് ആദ്യം നമ്മൾ അണ്ടർലൈങ് കണ്ടീഷൻ കോഡ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഡയബറ്റീസ് ഡ്യൂ ടു അണ്ടർലൈങ് കണ്ടീഷൻ, അത് E08 കാറ്റഗറിയിൽ നിന്നായിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, ദെൻ നമ്മൾ ലോങ് ടേം യൂസ് ഓഫ് ഇൻസുലിൻ, ഇപ്പം നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ് ടേം യൂസും കൂടിയും കോഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞ, ഒരു സെക്കൻഡറി ഡയബറ്റീസ് മെല്ലിറ്റസ് ആണ് ഡ്യൂ ടു അണ്ടർലൈങ് കണ്ടീഷൻ ആണെങ്കിൽ ആദ്യം നമ്മൾ അണ്ടർലൈങ് കണ്ടീഷൻ കോഡ് ചെയ്യുക, അതിനുശേഷം നമ്മൾ ഡയബറ്റീസ് ഡ്യൂ ടു അണ്ടർലൈങ് കണ്ടീഷൻ, ദാറ്റ് ഈസ് E08 കാറ്റഗറി. ഇനി ഇപ്പോൾ
ഡോക്യുമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് ലോങ് ടൈം യൂസ് ഓഫ് ഇൻസുലിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് കോഡ് ചെയ്യണം? Z79.4 കോഡ് ചെയ്യണം. ഓക്കെ, ഇനി ഡ്രഗ് ഓർ കെമിക്കൽ ഇൻഡ്യൂസ്ഡ് ഡയബറ്റീസ് മെലിറ്റസ് ആണ്. അതായത് ഒരു അഡ്വേഴ്സ് ഇഫക്റ്റ് ഓഫ് ഡ്രഗ് ആൻഡ് കെമിക്കലിൻ്റെ വകയാണ് ഡയബറ്റീസ് മെലിറ്റസ് ആകുന്നതെങ്കിൽ ആദ്യം നമ്മൾ കോഡ് ചെയ്യേണ്ടത് ഡയബറ്റീസ് മെലിറ്റസ് ഡ്യൂ ടു ഡ്രഗ് ഓർ കെമിക്കൽ, അത് E09 കാറ്റഗറി ആയിട്ട് വരും. പിന്നെ നമ്മൾ അഡ്വേഴ്സ് ഇഫക്റ്റ് ഓഫ് ഡ്രഗ് ഓർ കെമിക്കൽ ഫ്രം ഡ്രഗ് ആൻഡ് കെമിക്കൽ ടേബിളിൽ നിന്ന് കോഡ് ചെയ്യണം. അതായത് കെമിക്കലോ ഡ്രഗോ കെമിക്കലോ ഇൻഡ്യൂസ് ചെയ്തൊരു ഡയബറ്റീസ് മെലിറ്റസ് ആണെന്നുണ്ടെങ്കിൽ, അഡ്വേഴ്സ് ഇഫക്റ്റ് ഓഫ് ഡ്രഗ് ഓർ കെമിക്കൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കോഡ് ചെയ്യേണ്ടത് ഡയബറ്റീസ് മെലിറ്റസ് ഡ്യൂ ടു ഡ്രഗ് ഓർ കെമിക്കൽ, അത് E09 കാറ്റഗറിയിൽ നിന്ന് കോഡ് ചെയ്യുക. ദെൻ നമ്മൾ കോഡ് ചെയ്യേണ്ടത് അഡ്വേഴ്സ് ഇഫക്റ്റ് ഓഫ് ഡ്രഗ് ഓർ കെമിക്കൽ ഫ്രം ഡ്രഗ് ആൻഡ് കെമിക്കൽ ടേബിളിൽ നിന്ന് കോഡ് ചെയ്യുക. ഓക്കെ, ഇനി ഡയബറ്റീസ് മെലിറ്റസ് കോസ് ചെയ്യുന്നത് പോയിസണിങ് എഫക്റ്റ് ഓഫ് ഡ്രഗ് ഓർ കെമിക്കൽ ആണെന്നുണ്ടെങ്കിൽ, ഒരു പോയിസണിങ് എഫക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ കോഡ് ചെയ്യേണ്ടത് പോയിസണിങ് ഡ്യൂ ടു ഡ്രഗ് ഓർ കെമിക്കൽ, അത് നമ്മുടെ ഡ്രഗ് ആൻഡ് കെമിക്കൽ ടേബിളിൽ നിന്ന് കോഡ് ചെയ്യണം. പിന്നെ നമ്മൾ കോഡ് ചെയ്യേണ്ടത് ഡ്രഗ് ഓർ കെമിക്കൽ ഇൻഡ്യൂസ് ഡയബറ്റീസ് മെലിറ്റസ്, അത് E09 കാറ്റഗറിയിൽ നിന്ന് കോഡ് ചെയ്യണം. അപ്പം നമ്മൾ രണ്ടാമത്തെ കണ്ടീഷൻ പറഞ്ഞത് പോയിസണിങ് കൊണ്ടാണ് ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ടാകുന്നത്, പോയിസണിങ് എഫക്റ്റ് ഓഫ് ഡ്രഗ് ആൻഡ് കെമിക്കൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കോഡ് ചെയ്യേണ്ടത് പോയിസണിങ് ഡ്യൂ ടു ഡ്രഗ് ഓർ കെമിക്കൽ ഫ്രം ഡ്രഗ് ആൻഡ് കെമിക്കൽ ടേബിളിൽ നിന്ന് കോഡ് ചെയ്യുക. ദെൻ നമ്മൾ കോഡ് ചെയ്യേണ്ടത് ഇതാണ് ഡ്രഗ് ഓർ കെമിക്കൽ ഇൻഡ്യൂസ്ഡ് ഡയബറ്റീസ് മെലിറ്റസ്, ദാറ്റ് ഈസ് E09 കാറ്റഗറിയിൽ നിന്ന് കോഡ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് പറയുന്നത് പോസ്റ്റ് പാങ്ക്രിയാറ്റക്ടമി ഡയബറ്റീസ് മെലിറ്റസ് ആണ്. അതായത് ഒരു പാങ്ക്രിയാറ്റക്ടമി മീൻസ് റിമൂവൽ ഓഫ് പാങ്ക്രിയാസ് ആണ്. അങ്ങനെ കാരണം ഒരു ഡയബറ്റിക് മെലിറ്റസ് ആണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ കോഡ് ചെയ്യേണ്ടത് പോസ്റ്റ് പ്രൊസീജിയറൽ പാങ്ക്രിയാറ്റക്ടമി, ദാറ്റ് ഈസ് E89.1 കോഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കോഡ് ചെയ്യേണ്ടത് അതർ സ്പെസിഫൈഡ് ഡയബറ്റീസ് മെലിറ്റസ്, ദാറ്റ് ഈസ് E30 എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്, അതാണ് നമ്മൾ കോഡ് ചെയ്യേണ്ടത്. ദെൻ നമ്മൾ കോഡ് ചെയ്യേണ്ടത് ഏതാണ്? അക്വേർഡ് ആബ്സെൻസ് ഓഫ് പാങ്ക്രിയാസ്. അക്വേർഡ് ആബ്സെൻസ് ഓഫ് പാങ്ക്രിയാസ് എങ്ങനെ എടുക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആബ്സെൻസ് അതിൻ്റെ അകത്ത് നിന്ന് പാങ്ക്രിയാസ് ഉണ്ടാകും, അതിൻ്റെ അകത്ത് നിന്ന് വേണം നമ്മൾ അക്വേർഡ് കോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ പോസ്റ്റ് പാങ്ക്രിയാറ്റക്ടമി ഡയബറ്റീസ് മെലിറ്റസ് ആണെങ്കിൽ ആദ്യം നമ്മൾ കോഡ് ചെയ്യേണ്ടത് പോസ്റ്റ് പ്രൊസീജിയറൽ പാങ്ക്രിയാറ്റക്ടമി, ദാറ്റ് ഈസ് E89.1. ദെൻ കോഡ് ചെയ്യേണ്ടത് E13 കാറ്റഗറിയാണ് കോഡ് ചെയ്യേണ്ടത്, അത് അതർ സ്പെസിഫൈഡ് ഡയബറ്റീസ് മെലിറ്റസ് കോഡ് ചെയ്യുക. ദെൻ നമ്മുടെ അക്വേർഡ് ആബ്സെൻസ് ഓഫ് പാങ്ക്രിയാസ്, ദാറ്റ് ഈസ് ആദ്യം നമ്മൾ ആബ്സെൻസിൽ പോയിട്ട് പാങ്ക്രിയാസ് എടുത്തിട്ട് അക്വേർഡ് വേണം കോഡ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്ലഡ് ടെസ്റ്റിംഗ് ഉണ്ട് ഈ ഡയബറ്റീസിന്. അതിൻ്റെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്. അതാണ് നമ്മുടെ പ്രഗ്നൻസി ടൈമിൽ ചെയ്യുന്നത്. അതായത് കുറച്ചധികം ഭയങ്കര ഹെവി ആയിട്ടുള്ള ഷുഗർ സിറപ്പ് തരുന്നിട്ട് നമ്മുടെ ഷുഗർ ലെവൽ ചെക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, ദെൻ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ രാവിലെ പോയി ചെക്ക് ചെയ്യുന്നത്. ദെൻ റാൻഡം ബ്ലഡ് ഷുഗർ, HB AIC ടെസ്റ്റ്, അങ്ങനത്തെ ടെസ്റ്റുകളാണ് ഉള്ളത്. ഇനി കോംപ്ലിക്കേഷൻ ഡ്യൂ ടു ഇൻസുലിൻ പമ്പ്. ഇൻസുലിൻ പമ്പ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു മെഷീനാണ് ഇൻസുലിൻ പമ്പ്. നമ്മുടെ ഇൻസുലിൻ പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് ഇൻസുലിൻ പമ്പ് എന്ന് പറയുന്നത്. അതിന് 3 പാർട്സ് ആണുള്ളത്. ഒരു റിസർവയർ ഉണ്ടാകും, ഒരു സെൻസർ ഉണ്ടാകും, ഒരു കാനുല ഉണ്ടാകും. റിസർവയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ മെഡിസിൻ വെക്കുന്ന ഒരിത്. സെൻസർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നമ്മൾ ഇത്ര ടൈമിൽ ഇത്ര പോകണം എന്നുള്ളൊരു സെൻസർ ഉണ്ടാകും. പിന്നെ കാനുല അതിൻ്റെ ഒരു ഇൻജക്റ്റിംഗ് ടൈപ്പാണ് കാനുല. ആ ഒരു എന്താ പറയുക, ഒരു ട്യൂബിങ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കാനുല എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻസുലിൻ പമ്പിന് 3 പാർട്സ് ഉണ്ട്, ദാറ്റ് ഈസ് റിസർവയർ, സെൻസർ, കാനുല. ഇനി ഇൻസുലിൻ പമ്പിന് മാൽഫങ്ഷൻ ഉണ്ടാകും. മാൽഫങ്ഷൻ എന്ന് ഇൻസുലിൻ പമ്പിൻ്റെ മാൽഫങ്ഷൻ എന്ന് പറയുന്നത് മാൽഫങ്ഷൻ എന്തായിരിക്കും? ഒന്നല്ലെങ്കിൽ ഓവർ ഡോസിങ്, ഒന്നല്ലെങ്കിൽ അണ്ടർ ഡോസിങ്, ഒന്നല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ട് അത് കുറച്ച് കയറുക, ഒന്നല്ലെങ്കിൽ ഓവറായിട്ട് കയറുക, ഇൻസുലിൻ കൂടുതലായിട്ട് കയറുക, ഒന്നല്ലെങ്കിൽ കുറച്ചായിട്ട് കയറുക. അങ്ങനെ 2 കണ്ടീഷനും കൊണ്ടാണ് മാൽഫങ്ഷൻ ഉണ്ടാകുക, ഒന്നല്ലെങ്കിൽ ഓവർ ഡോസിങ്, അണ്ടർ ഡോസിങ് ഓഫ് ഇൻസുലിൻ പമ്പ്. ഇനി പമ്പിൻ്റെ മാൽഫങ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എങ്ങനെ കോഡ് ചെയ്യണം? ഫസ്റ്റ് മെക്കാനിക്കൽ കോംപ്ലിക്കേഷൻ ഓഫ് ദ ഇൻസുലിൻ പമ്പ്. ഇൻസുലിൻ പമ്പിൻ്റെ മെക്കാനിക്കൽ കോംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ബ്രേക്ക് ഡൗൺ ആകാം, ലീക്കേജ് ആകാം, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻ്റ് ആകാം, ഇങ്ങനെ എന്ത് വേണമെങ്കിലും ആകാം മാൽഫങ്ഷൻ.
ഓവർഡോസിങ് അണ്ടർ ഡോസിങ് ഓഫ് ഇൻസുലിൻ പമ്പിങ്ങിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പമ്പ് മാൽഫങ്ഷൻ ആണ്. പമ്പ് മാൽഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കോഡ് ചെയ്യേണ്ടത് ഫസ്റ്റ് കോംപ്ലിക്കേഷൻ ആണ് കോഡ് ചെയ്യേണ്ടത്. ഇൻസുലിൻ പമ്പിൻ്റെ അത് ബ്രേക്ക് ഡൗൺ ആകാം, മാൽഫങ്ഷൻ ലീക്കേജ് ആകാം, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻ്റ് ആകാം. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ കോഡ് ചെയ്യേണ്ടത് ഓവർഡോസിങ് ആണോ അണ്ടർ ഡോസിങ് ആണോ ഓഫ് ഇൻസുലിൻ്റെ ഓവർഡോസിങ് ആണോ അണ്ടർ ഡോസിങ് ആണോ എന്ന് കോഡ് ചെയ്യണം. അത് എവിടെ നിന്ന് കോഡ് ചെയ്യണം? ഡ്രഗ് ആൻഡ് കെമിക്കൽ ടേബിളിൽ നിന്ന് കോഡ് ചെയ്യണം. പിന്നെ നമ്മൾ കോഡ് ചെയ്യേണ്ടത് ടൈപ്പ് ഓഫ് ഡയബറ്റീസ് മെല്ലിറ്റസ് ആണ് ആൻഡ് അസോസിയേറ്റഡ് കോംപ്ലിക്കേഷൻ. ഏത് ഡയബറ്റീസ് മെല്ലിറ്റസ് ആണ് അതിൻ്റെ കോംപ്ലിക്കേഷനാണ് കോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻസുലിൻ പമ്പ് മാൽഫങ്ഷൻ കൊണ്ട് ഉണ്ടാകുന്നത് ഓവർഡോസിങ്ങും അണ്ടർ ഡോസിങ്ങും ആണ്. അങ്ങനെയുള്ള കേസിൽ നമ്മൾ പമ്പ് മാൽഫങ്ഷൻ്റെ കേസിൽ നമ്മൾ കോഡ് ചെയ്യേണ്ടത് ആദ്യം ഏത് മെക്കാനിക്കൽ കോംപ്ലിക്കേഷൻ ആണെന്ന് കോഡ് ചെയ്യുക. അതിപ്പോൾ ബ്രേക്ക് ഡൗൺ ആകാം, ലീക്കേജ് ആകാം, ഡിസ്പ്ലേസ്മെൻ്റ് ആകാം ഇൻസുലിൻ പമ്പിൻ്റെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കോഡ് ചെയ്യേണ്ടത് ഇൻസുലിൻ അണ്ടർ ഡോസിങ് ആണോ ഓവർഡോസിങ് ആണോ ഡ്രഗ് ആൻഡ് കെമിക്കൽ ടേബിളിൽ പോയി കോഡ് ചെയ്യുക. അതിനുശേഷം ഏത് ഡയബറ്റീസ് മെല്ലിറ്റസ് ആണെന്ന് കോഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കോംപ്ലിക്കേഷനും കൂടി കോഡ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഡയബറ്റീസ് എൻഡോക്രൈൻ സിസ്റ്റത്തിൽ പഠിക്കാൻ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.